നമസ്കാരം. ലൂസിയിലെ ആദ്യത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തിരുവനന്തപുരത്തിൻ്റെ ഒരു ഐക്കോൺ എന്ന് പറയാവുന്ന സമ്പത്ത് കാരണം ലോകം മുഴുവൻ അറിയപ്പെട്ട 6 നിഗൂഢമായ നിലവറകളുള്ള തച്ചന്മാരുടെ കരവിരുതിന് പേര് കേട്ട ഒരു ക്ഷേത്രം. പറഞ്ഞപ്പോഴേ എല്ലാവർക്കും മനസ്സിലായി കാണും, തിരുവനന്തപുരത്തെ പത്മനാഭസ്വാമി ക്ഷേത്രമാണ്. സംഘകാല ലിറ്ററേച്ചറിൽ, അതായത് BCE 500 മുതൽ ഒരു CE 300 വരെയുള്ള കാലഘട്ടം ഒരു സുവർണ ക്ഷേത്രത്തെക്കുറിച്ച് പറയുന്നുണ്ട്. പക്ഷേ അത് പത്മനാഭസ്വാമി ക്ഷേത്രമാണെന്നുള്ളതിന് വലിയ തെളിവുകളൊന്നുമില്ല. പത്മനാഭസ്വാമി ക്ഷേത്രത്തെക്കുറിച്ച് പറയുന്നത് മതിലകം രേഖകളിലാണ്. മതിലകം രേഖകൾ എഴുതിയിരിക്കുന്നത് മലയാളത്തിലല്ല. വട്ടെഴുത്ത്, ഗ്രന്ഥവരി, തമിഴ് തുടങ്ങിയ പല ലിപികളിലാണ് എഴുതിയിരിക്കുന്നത്. പൂർണ്ണമായി അത് ഇന്നും ട്രാൻസ്ലേറ്റ് ചെയ്ത് അല്ലെങ്കിൽ തർജ്ജിമ ചെയ്ത് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഇത് ആര് തുടങ്ങിയെന്നോ കൃത്യമായി ഇത് എങ്ങനെയാണ് നിർമ്മിച്ചതെന്നോ അറിയാനായി നമുക്ക് മുന്നിലുള്ള ഏറ്റവും മികച്ച ജ്ഞാനമാർഗം എന്ന് പറയുന്നത് ശാസ്ത്രമാണ്. ശാസ്ത്രത്തിൻ്റെ വഴിയിലൂടെ ഒരു തിരച്ചിൽ നടത്തുകയാണ് ലൂസി. ഈ അടുത്ത കാലത്ത് പത്മനാഭസ്വാമി ക്ഷേത്രത്തെക്കുറിച്ച് ഒരു സുപ്രീം കോടതിയുടെ വിധിയൊക്കെ വന്ന സമയത്ത് സോഷ്യൽ മീഡിയയിലൊക്കെ ഒരു പണ്ഡിതൻ്റെ ക്ലിപ്പ് പ്രചരിക്കുന്നുണ്ടായിരുന്നു. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ സയൻസും ശാസ്ത്രീയതയൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു ക്ലിപ്പാണത്. അത് കേട്ടപ്പോൾ വിചാരിച്ചു, എന്തായാലും അതിൽ പറയുന്ന ചില കാര്യങ്ങൾ ഒന്ന് പരിശോധിക്കണമല്ലോ എന്ന്. അപ്പോൾ ശാസ്ത്രത്തിൻ്റെ മാർഗത്തിലുള്ള ഒരു പരിശോധന, എല്ലാമല്ല, അതിനകത്തുള്ള ചില കാര്യങ്ങളുടെ ഒരു പരിശോധനയാണ് ഈ ഒരു എപ്പിസോഡ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ഗോപുരം വഴി എങ്ങനെയാണ് 2 ദിവസങ്ങളിൽ സൂര്യൻ ഇറങ്ങുന്നത്? 2 ദിവസങ്ങളെന്ന് പറയുന്നത് വിശ്വം ദിനങ്ങളാണ്. എങ്ങനെയാണ് സൂര്യൻ ഇറങ്ങുന്നത്? നമുക്കൊന്ന് പരിശോധിക്കാം. കൃത്യമായി ഒരു ക്ഷേത്രം കിഴക്ക് പടിഞ്ഞാറായി നിർമ്മിക്കണമെങ്കിൽ നമുക്ക് ആശ്രയിക്കാൻ കഴിയുന്നത് സൂര്യനെയാണ്. നമ്മൾ കൊച്ചു കാലം മുതലേ കേൾക്കുന്ന ഒരു കാര്യമാണ്, സൂര്യൻ ഉദിക്കുന്ന ദിക്കാണ് കിഴക്കെന്ന്. പക്ഷേ ഇതിനുള്ളൊരു പ്രശ്നം, സൂര്യൻ എല്ലാ ദിവസവും കിഴക്കല്ല ഉദിക്കുന്നതെന്നുള്ളതാണ്. ചിലപ്പോൾ അത് വടക്ക് കിഴക്കായിരിക്കും, ചിലപ്പോൾ അത് തെക്ക് കിഴക്കായിരിക്കും. ഇതിനെ നമ്മൾ ഉത്തരായനം, ദക്ഷിണായനം, സൂര്യൻ്റെ ഈ ചലനത്തെയാണ് നമ്മൾ ഉത്തരായനം, ദക്ഷിണായനം എന്നൊക്കെ പറയുക. സൂര്യൻ വടക്ക് പോയി അങ്ങേ അറ്റമുള്ള ബിന്ദുവിനെ നമ്മൾ ഉത്തരായനാന്തം എന്നും, തെക്ക് പോയി അങ്ങേ അറ്റമുള്ള ബിന്ദുവിനെ ദക്ഷിണായനാന്തം എന്നുമാണ് പറയുന്നത്. നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുള്ള കാര്യമാണ്, ഭൂമിയുടെ അച്ചുതണ്ടിന് 23.5 ഡിഗ്രി ചരിവുണ്ടെന്ന്. ഭൂമി ഏതാണ്ട് 365 ദിവസം കൊണ്ടാണ് സൂര്യന് ചുറ്റും ഒരു പ്രദക്ഷിണം വെച്ച് വരുന്നത്. ഇതുകൊണ്ടാണ് ഉത്തരായനവും ദക്ഷിണായനവും സംഭവിക്കുന്നത്, അല്ലെങ്കിൽ ഋതുക്കളെല്ലാം മാറി മാറി വരുന്നത്. പല സീസൺസ്, 4 കാലം എല്ലാം മാറി വരുന്നതിന് പ്രധാന കാരണം ഭൂമിയുടെ അച്ചുതണ്ടിലെ ചരിവാണ്. ഭൂമിയുടെ ഭൂമധ്യരേഖ നമ്മൾ ആകാശത്തേക്ക് പ്രൊജക്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിന് പറയുന്നത് സെലസ്റ്റിയൽ ഇക്വേറ്റർ അല്ലെങ്കിൽ ഖഗോള മധ്യരേഖ എന്നാണ്. ഖഗോള മധ്യരേഖയും നേരത്തെ പറഞ്ഞ എക്ലിപ്റ്റിക് എന്ന് പറഞ്ഞാൽ സൂര്യന് ചുറ്റും ഭൂമി പോകുന്ന വഴി, ഇത് രണ്ടും കൂടെ കൂട്ടിമുട്ടുന്ന 2 പോയിന്റുകളുണ്ട്. ഈ 2 ബിന്ദുക്കളിൽ കൂടി സൂര്യൻ കടന്നു പോകുന്ന ദിവസമാണ് വിശ്വദിനം. സൂര്യൻ കിഴക്കും പടിഞ്ഞാറും വരുന്നത്, കിഴക്കുദിക്കുകയും പടിഞ്ഞാറ് അസ്തമിക്കുകയും ചെയ്യുന്നത് വർഷത്തിൽ 2 ദിവസമാണ്. അതിനെയാണ് നമ്മൾ വിഷുവം അല്ലെങ്കിൽ ഇക്വിനോക്സ് എന്ന് പറയുന്നത്. ഒരു കെട്ടിടം നിർമ്മിക്കാൻ പ്ലാൻ വരച്ചു കഴിഞ്ഞാൽ നമ്മൾ അടുത്ത് ചെയ്യുന്ന കാര്യം സെറ്റ് ഔട്ട് ചെയ്യലാണ്. ഒരു ബിൽഡിങ്ങോ അല്ലെങ്കിൽ ഒരു വീടോ വച്ചിട്ടുള്ളവർക്ക് കൃത്യമായിട്ട് അറിയാമായിരിക്കും, പ്ലാൻ എടുത്ത് വെച്ചിട്ട് നമ്മൾ കയർ കെട്ടി സെറ്റ് ഔട്ട് ചെയ്യുന്ന ഒരു പരിപാടി. ഇവിടെയും നമുക്കത് ആവശ്യമാണ്. കൃത്യമായി കിഴക്ക് പടിഞ്ഞാറായി എങ്ങനെ നമുക്ക് ബിൽഡിങ്ങിനെ അലൈൻ ചെയ്യാം, ഇതൊന്ന് ആലോചിച്ച് നോക്കാം. ഇതിന് പണ്ട് കാലത്ത്, അതായത് പിരമിഡിൻ്റെ കാലം മുതലേ ഉള്ള ഒരു രീതി എന്ന് പറയുന്നത്, ആദ്യം നല്ല സൂര്യപ്രകാശമുള്ള ഒരു ദിവസം ഒരു വടി നാട്ടുന്നു. വടി നാട്ടിക്കഴിഞ്ഞാൽ വടിയുടെ അറ്റത്തുള്ള നിഴൽ ഒരു പോയിന്റിൽ നമുക്ക് ഒരു ബിന്ദു ഇടാൻ പറ്റും. സൂര്യൻ മാറുന്നതിനനുസരിച്ചിട്ട് ഈ പോയിന്റ് മാറി 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 വരും.
ഈ മാറി വരുന്നിടത്തെല്ലാം വിഷുവ ദിനത്തിൽ അല്ലെങ്കിൽ ഇക്വിനോക്സ് ഡേയിൽ ഓരോ പോയിൻ്റ് ഇടുകയാണെങ്കിൽ അതെല്ലാം ഒരു നേർരേഖയിലുള്ള ബിന്ദുക്കളായിരിക്കും. ഈ ബിന്ദുക്കളെല്ലാം കൂട്ടി യോജിപ്പിച്ച് നമ്മളൊരു നേർരേഖ വരച്ചു കഴിഞ്ഞാൽ അത് കിഴക്ക് പടിഞ്ഞാറായിരിക്കും. അപ്പോൾ ബിൽഡിംഗ് നിർമ്മിക്കാൻ കിഴക്ക് പടിഞ്ഞാറായി കൃത്യമായി ഒരു ബിൽഡിങ്ങിനെ അലൈൻ ചെയ്യാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല. ഈ മെത്തേഡിന് പറയുന്ന പേര് ദ ഇക്വിനോക്ഷ്യൽ സോളാർ നോമൻ മെത്തേഡ് എന്നാണ്. പക്ഷേ ഇതിനൊരു പ്രശ്നം, എല്ലാ ദിവസവും നമുക്ക് ബിൽഡിങ്ങിൻ്റെ പണി അല്ലെങ്കിൽ കെട്ടിടത്തിൻ്റെ പണി തുടങ്ങാൻ കഴിയില്ല. വിഷുവം ദിനത്തിനായിട്ട് പ്രത്യേകിച്ച് ഓട്ടമിനൽ ഇക്വിനോക്സ് എന്ന് പറയുന്ന സെപ്റ്റംബർ 22 വരെ നമ്മൾ നോക്കി നിൽക്കേണ്ട ആവശ്യമുണ്ട്. പക്ഷേ ഏത് ദിവസം വേണമെങ്കിലും കെട്ടിടം തുടങ്ങാൻ പറ്റുന്ന മറ്റൊരു രീതിയാണ് ദ ഇന്ത്യൻ സർക്കിൾ മെത്തേഡ് അല്ലെങ്കിൽ ദ സോളാർ നോമൻ മെത്തേഡ് എന്ന് പറയുന്നത്. ഇതിന് ചെയ്യേണ്ടത് ഇത്രമാത്രം: ഒരു വടി നാട്ടുക, നേരത്തെ പറഞ്ഞതുപോലെ കുത്തുകൾ ഇടുക. ഈ കുത്തുകൾ യോജിക്കുമ്പോൾ നമുക്ക് ഇക്വിനോക്സിനുള്ളതുപോലെ ഒരു നേർരേഖയായിരിക്കില്ല കിട്ടുന്നത്. പകരം അതൊരു കുറച്ച് വളഞ്ഞ ഒരു രേഖയായിരിക്കും. ഇനി ചെയ്യേണ്ടത് വടിയിൽ ഒരു കയറ് കെട്ടുക. കയറിൻ്റെ അറ്റത്ത് മറ്റൊരു വടിയോ എന്തെങ്കിലും കെട്ടിയതിന് ശേഷം നമ്മളൊരു വൃത്തം വരയ്ക്കുക. ഈ വരയ്ക്കുന്ന വൃത്തം നേരത്തെ പറഞ്ഞ രേഖയിൽ രണ്ടിടത്ത് മുറിക്കുന്നതായി കാണാം. ഈ മുറിക്കുന്ന രണ്ട് ബിന്ദുക്കളെ യോജിപ്പിച്ചാൽ നമുക്ക് വളരെ ഭംഗിയായി കിഴക്കും പടിഞ്ഞാറും ഉള്ള ഒരു രേഖ കിട്ടും. ഇതിനെ ആസ്പദമാക്കി വളരെ സുഗമമായി തന്നെ നമുക്ക് ബിൽഡിംഗ് നിർമ്മിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെയാണ് പഴയ പല ആർക്കിയോളജിക്കൽ സ്ട്രക്ചേഴ്സും നിർമ്മിച്ചിട്ടുള്ളത്. ഈജിപ്തിലെ പിരമിഡ് ആയിരുന്നാലും സ്ഫിങ്സ് ആയിരുന്നാലും മറ്റ് പല കെട്ടിടങ്ങളും ഈ രീതിയിലാണ് നിർമ്മിച്ചിട്ടുള്ളത്. അപ്പോൾ സൂര്യൻ കൃത്യമായി കിഴക്കുള്ള ഒരു ദിവസം അലൈൻമെൻറ്റ് കറക്റ്റ് ആക്കിയതിന് ശേഷം നിർമ്മിക്കുന്ന ഒരു ബിൽഡിംഗ് ആണെങ്കിൽ സൂര്യൻ പടിഞ്ഞാറ് വശത്ത് അസ്തമിക്കുന്ന സമയത്ത് കൃത്യമായി ഈ ഗോപുരങ്ങൾ വഴി പോകുന്നത് വെറും സ്വാഭാവികമായ കാര്യം മാത്രമാണ്. ഇതാണ് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ഗോപുരത്തിൻ്റെ പിന്നിലുള്ള സയൻസ്. എന്നാൽ യൂറോപ്പിലെ സ്റ്റോൺഹെഞ്ചിനും എത്രയോ വർഷങ്ങൾ മുമ്പ് നിർമ്മിച്ച ഗറ്റിൻഷ്യ മാൾട്ടയെ പറ്റി നമുക്കൊന്ന് കേൾക്കാം. മെഡിറ്ററേനിയൻ ദ്വീപുകളിലെ മാൾട്ടയിൽ ഈജിപ്തിലെ പിരമിഡുകൾക്ക് മുന്നേയുള്ള ഒരു മെഗാലിത്തിക് ക്ഷേത്ര സമുച്ചയമുണ്ട്. ഈ രണ്ട് ഗോപുരങ്ങൾ നിർമ്മിച്ചത് BCE 3600-നും 2500-നും ഇടയിൽ നവീന ശിലായുഗ കാലഘട്ടത്തിലാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും പഴക്കം ചെന്ന രണ്ടാമത്തെ മനുഷ്യനിർമ്മിത ആരാധനാലയങ്ങളാണിവ. ഇവിടുത്തെ ദേവതകൾ ഫെർട്ടിലിറ്റിയുമായി ബന്ധപ്പെട്ട ദേവതകളാണ്. ഈ സ്ഥലത്ത് കണ്ടെത്തിയ നിരവധി പുരാവസ്തുക്കൾ ഫെർട്ടിലിറ്റി കൾട്ടുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. പണി പൂർത്തിയായ രണ്ട് ക്ഷേത്രങ്ങളും ഒരു അപൂർണ ക്ഷേത്രവുമാണ് ഗറ്റിൻഷ്യ സമുച്ചയത്തിലുള്ളത്. വിഷുവത്തിലെ സൂര്യോദയത്തെ അഭിമുഖീകരിക്കുന്ന രീതിയിലാണ് അവ സ്ഥിതി ചെയ്യുന്നത്. അവിടെ ആരാധിക്കുന്നവരുടെ ദൈനംദിന ജീവിതത്തിൽ നിന്നും വേറിട്ടു നിൽക്കാനായി ഇവ മതിൽ കെട്ടി തിരിച്ചിരിക്കുന്നു. അർദ്ധവൃത്താകൃതിയിലുള്ള അക്ഷത്തോടു കൂടിയ ത്രിപത്രി ഇലയുടെ ആകൃതിയിലാണ് ഈ ക്ഷേത്രങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത്. നടുവിൽ ഒരു വലിയ ഇടനാഴി ഈ കെട്ടിടങ്ങളെ ബന്ധിപ്പിക്കുന്നു. ചുവരുകളിൽ സുർക്കി ഉപയോഗിച്ച് പ്ലാസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഈ സമുച്ചയത്തിലെ ഏറ്റവും വലിയ ക്ഷേത്രത്തിന് 6 മീറ്റർ ഉയരമുണ്ട്. ഇവിടെ കല്ലുകൊണ്ടുള്ള അൾത്താരകളും കൊത്തുപണിയുള്ള കൂറ്റൻ തൊട്ടികളുമുണ്ട്. ഇതിലെ വെള്ളത്തിൽ കുളിച്ചാൽ ആത്മശുദ്ധി നേടാമെന്ന് ഇവർ വിശ്വസിച്ചിരുന്നു. ഇവിടെ നിന്നും കണ്ടെത്തിയ മൃഗങ്ങളുടെ അസ്ഥികൂടങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞത് വൻതോതിലുള്ള മൃഗബലി ഈ ക്ഷേത്രങ്ങളിൽ നടന്നിട്ടുണ്ടെന്നാണ്. ചക്രങ്ങളോ ലോഹോപകരണങ്ങളോ മാൾട്ടയിൽ ലഭ്യമല്ലാത്ത കാലത്താണ് ദ്വീപുവാസികൾ ഈ ക്ഷേത്രങ്ങൾ നിർമ്മിച്ചത് എന്നത് ശ്രദ്ധേയമാണ്. നിരവധി ചെറിയ ഗോളാകൃതിയിലുള്ള കല്ലുകൾ ബോൾ ബെയറിംഗ് പോലെ ഉപയോഗിച്ചാണ് വലിയ കല്ലുകൾ ആയാസമില്ലാതെ ഇവർ നീക്കിയിരുന്നതെന്ന് ഗവേഷകർ കണ്ടെത്തിയിട്ടുണ്ട്. വിഷുവൻ ദിനം പല മതാചാരങ്ങൾക്കും വളരെ പ്രധാനപ്പെട്ടതാണെന്ന് നമുക്കറിയാം. കേരളത്തിലായാലും വിഷു ആചരിക്കാറുണ്ട്. അതുപോലെ ആസാമിലാണെങ്കിൽ ബിഹു. പണ്ടുകാലങ്ങളിൽ ജ്യോതിശാസ്ത്രജ്ഞർ എല്ലാവരും കൂടി ചേർന്ന് കുംഭമേളയിൽ ഭൂമിയുടെ മറ്റൊരു ചലനമായ പ്രിസഷൻ കൊണ്ട് വിഷുവം മാറാറുണ്ട്. ഇത് കറക്റ്റ് ചെയ്യുന്ന ഒരു കാര്യം പണ്ടുണ്ടായിരുന്നു, ഇന്നതില്ല. പണ്ടുണ്ടാക്കിയ പല ക്ഷേത്രങ്ങളും പല സ്ട്രക്ചറുകളും ഞാൻ മുൻപ് പറഞ്ഞതുപോലെയുള്ള സോളാർ നോമൻ മെത്തേഡ് ഉപയോഗിച്ചാണ് ചെയ്തിട്ടുള്ളത്. അത് നമുക്ക് മനസ്സിലാകാൻ 4 ആർക്ക് മിനിറ്റിൻ്റെ എററാണ് ഇങ്ങനെ ചെയ്യുമ്പോൾ സംഭവിക്കുന്നത്. കൃത്യമായി പിരമിഡുകളും മറ്റും പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ 4 ആർക്ക് മിനിറ്റിൻ്റെ എറർ കാണാം. ഒരു ആർക്ക് മിനിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ഡിഗ്രിയുടെ 60 1 നമ്മുടെ വാട്സാപ്പിലെ സയൻറ്റിസ്റ്റ് പറയുന്നത്
ഉച്ചയ്ക്ക് 2:30 മണിക്ക് പോയി നിന്ന് കഴിഞ്ഞാൽ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ഗോപുരം വഴി സൂര്യൻ ഇറങ്ങുന്നത് കാണാമെന്നാണ്. ഉച്ചയ്ക്ക് 2:30 മണിക്ക് അവിടെ പോയി നിന്നാൽ തനി തിരുവനന്തപുരം ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സോഡാ ബോഞ്ചി വെള്ളം കുടിച്ചിട്ട് തിരിച്ചു വരാനേ പറ്റുള്ളൂ. ഇത് കാണണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ ഉദാഹരണത്തിന് സെപ്റ്റംബർ 22 വിഷുവ ദിനത്തിൽ എങ്ങനെയായിരിക്കും സൂര്യൻ പോകുന്നതെന്നുള്ളത് ഞാൻ സ്റ്റെലേറിയം എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയറിൽ സിമുലേറ്റ് ചെയ്ത ഒരു ചിത്രം നമുക്ക് കാണാം. കണ്ടല്ലോ, ഏതാണ്ട് ഒരു 4 മണി കഴിയാതെ അങ്ങോട്ട് പോയിട്ട് യാതൊരു കാര്യമില്ല. ഉച്ചയ്ക്ക് പോയാൽ വെയിൽ കൊണ്ട് ഊപ്പാട് വരും. പ്രത്യേകിച്ച് ഇതിനപ്പുറം വേറെ ഗുണമൊന്നുമില്ല. സൂര്യൻ ഇറങ്ങുക എന്നൊക്കെ പറയുന്നത് കോഴി കൂവുന്നത് കൊണ്ടാണ് സൂര്യൻ ഉദിക്കുന്നു എന്ന് പറയുന്നത് പോലെയാണ്. ഇത് തെറ്റിദ്ധാരണ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. സൂര്യൻ ഉദിച്ചപ്പോൾ കോഴി കൂവി എന്ന് പറയുന്നതാണ് കൂടുതൽ ശരി. അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് വീണ്ടും പോയാൽ അദ്ദേഹം പറയുന്നത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിനകത്ത് ഒരു ഒറ്റക്കൽ മണ്ഡപമുണ്ട്. ഈ ഒറ്റക്കൽ മണ്ഡപം ഏതാണ്ട് 10.25 മീറ്റർ വീതി, 10.25 മീറ്റർ നീളം, 1.25 മീറ്റർ ഉയരവുമുള്ള ഒരു കല്ല് ഏതാണ്ട് 970 ടൺ ഭാരം വരുന്നതാണ്. ഇത് ശരിയാണോ എന്ന് നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. നിങ്ങളിപ്പോൾ ഈ ചിത്രത്തിൽ കാണുന്നത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഒറ്റക്കൽ മണ്ഡപം ഉണ്ടാക്കാനായി തിരുമലയിൽ നിന്ന് മുറിച്ചു കൊണ്ടുവന്ന കല്ലിൻ്റെ ബാക്കി ഭാഗമാണ്. ഇത് തിരുമലയിൽ നിന്ന് തന്നെ എടുത്ത ഒരു ചിത്രമാണ്. അതുപോലെ തന്നെ ഈ കാണുന്നത് അന്ന് കല്ല് മുറിച്ചെടുക്കാനായിട്ട് ഉപയോഗിച്ച മറ്റു ടൂൾസാണ്. അന്ന് ഏതാണ്ട് മുറിച്ചെടുത്ത കല്ലിന് ഒരു 20 ടണ്ണോളമാണ് ഭാരമുണ്ടായിരുന്നത്. പഴയ മതിലകം രേഖകൾ അനുസരിച്ച് അല്ലെങ്കിൽ താളിയോല ഗ്രന്ഥം അനുസരിച്ചിട്ട് ഇതിനെ മൃഗങ്ങളെ ഉപയോഗിച്ചോ മറ്റും അല്ല കൊണ്ടുവന്നിരിക്കുന്നത്. അത് അങ്ങനെ കൊണ്ടുവന്നു എന്നുള്ളതിന് പ്രത്യേകിച്ച് രേഖകളൊന്നുമില്ല. ഇത് കൂടുതലും മനുഷ്യർ തന്നെ ഏതോ ഒരു രീതിയിൽ എത്തിക്കുകയാണ് ചെയ്തത്. പണ്ടുള്ള കാലത്ത്, അതായത് സ്റ്റോൺ ഹെഞ്ചിൻ്റെയൊക്കെ സമയം മുതൽക്കേ തന്നെ ഫ്രിക്ഷൻ കുറയ്ക്കാനായി, ഒരു കല്ല് നമുക്കറിയാം ഭാരമുള്ള ഒരു വസ്തു വലിച്ചുകൊണ്ട് പോകുമ്പോൾ ഉണ്ടാകുന്ന ഘർഷണം വളരെ ബുദ്ധിമുട്ടി മാത്രമേ വലിക്കാൻ കഴിയുള്ളൂ. അപ്പോൾ ആ ഫ്രിക്ഷൻ കുറയ്ക്കാനായി ഒന്നുകിൽ കളിമണ്ണോ ചെളിയോ മറ്റോ ഉപയോഗിക്കുക, തണുപ്പുള്ള പ്രദേശങ്ങളിലാണെങ്കിൽ ഐസ് ഉപയോഗിക്കുക, ചിലയിടത്ത് നല്ല ഉരുണ്ട കല്ല് ഉപയോഗിക്കുക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വണ്ടികളിലൊക്കെ ഉള്ളതുപോലെയുള്ള ബോൾ ബെയറിങ്ങിൻ്റെ ആക്ഷൻ കിട്ടും. അപ്പോൾ തറയുമായിട്ടുള്ള ഫ്രിക്ഷൻ കുറയും. ഇല്ലെങ്കിൽ ഉരുളൻ തടി ഉപയോഗിക്കുക. ഇങ്ങനെയുള്ള പല രീതിയിലാണ് വലിയ വലിയ കല്ലുകൾ പലയിടത്തുനിന്നും കൊണ്ടുവന്നുകൊണ്ടിരുന്നത്. ഈ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ഒറ്റക്കൽ മണ്ഡപത്തിൻ്റെ കല്ല് കൊണ്ടുവന്നത് ഞാൻ പറഞ്ഞു തിരുമലയിൽ നിന്നാണ്. അത് ഏതാണ്ട് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് 8 കിലോമീറ്റർ ദൂരെയുള്ള ഒരു സ്ഥലമാണ്. അവിടെ നിന്ന് കൊണ്ടുവരുന്നതിനിടയിൽ ഒരു ആറ് ക്രോസ് ചെയ്യേണ്ടതുണ്ട്. ഒന്നുകിൽ അത് കിള്ളിയാറായിരിക്കാം, ഇല്ലെങ്കിൽ കരമനയാറായിരിക്കാം. എങ്കിൽ പോലും ഏതാണ്ട് 42 ദിവസം എടുത്താണ് ഇത് കൊണ്ടുവന്നത്. ഏത് സ്റ്റാൻഡേർഡ് വെച്ച് നോക്കിയാലും 42 ദിവസം 8 കിലോമീറ്റർ താണ്ടാൻ എന്നുള്ളത് വളരെ വലിയ ദൂരമാണ്. ഇതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനായി നമുക്ക് മറ്റൊരു ക്ലിപ്പ് കണ്ടിട്ട് വരാം. പൂർണ്ണമായും പവിഴപ്പുറ്റിലും കല്ലിലും നിർമ്മിച്ച നാൻമഡോൾ. പടിഞ്ഞാറൻ പസഫിക് സമുദ്രത്തിലെ മൈക്രോനേഷ്യയിലെ പോംപെ ദ്വീപിൻ്റെ കിഴക്കൻ തീരത്തോട് ചേർന്നുള്ള ഒരു പുരാവസ്തു സ്ഥലമാണ് നാൻമഡോൾ. ഇത് പൂർണ്ണമായും പവിഴപ്പുറ്റിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. പവിഴവും കല്ലും കൊണ്ട് നിർമ്മിച്ച 100 കൃത്രിമ ദ്വീപുകളിൽ നിന്നാണ് നഗരം നിർമ്മിച്ചിരിക്കുന്നത്. ഇത് ഇടുങ്ങിയ കല്ലുകളാൽ വേർതിരിച്ച് ഒരു ബാഹ്യ കടൽ ഭിത്തിയാൽ സംരക്ഷിക്കപ്പെടുന്നു. ഈസ്റ്റർ ദ്വീപുകൾ പോലെ ഈ ദ്വീപും ഒരു എഞ്ചിനീയറിംഗ് അത്ഭുതം തന്നെയാണ്. നാൻമഡോൾ എന്ന പേരിൻ്റെ അർത്ഥം അവയ്ക്കിടയിലുള്ള ഇടം. ഇത് അവശിഷ്ടങ്ങൾക്കിടയിലൂടെ ഒഴുകുന്ന കനാലിനെ സൂചിപ്പിക്കുന്നു. 12-ാം നൂറ്റാണ്ടിനും 13-ാം നൂറ്റാണ്ടിനും ഇടയിലാണ് ഈ മെഗാലിത്തിക് ഘടനകൾ നിർമ്മിച്ചതെന്ന് കണക്കാക്കപ്പെടുന്നു. ഈ നഗരത്തിൻ്റെ വിസ്തൃതി 75 ഹെക്ടറാണ്. മതിലുകൾ ബസാൾട്ട് കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നു. ചുവരുകൾക്ക് 15 മീറ്ററോളം ഉയരവും 5 മീറ്റർ ഘനവുമുണ്ട്. ഓരോ കല്ലിൻ്റെയും ശരാശരി ഭാരം 5 ടണ്ണാണ്. ചിലതിന് 50 ടൺ വരെ ഭാരം വരും. നഗരം പണിയാൻ ഉപയോഗിച്ച കല്ലിൻ്റെ ആകെ ഭാരം 7,50,000 മെട്രിക് ടൺ ആണെന്ന് കണക്കാക്കപ്പെടുന്നു. അത്തരം ഘടനയുള്ള കെട്ടിടങ്ങൾ നിർമ്മിക്കാൻ കഠിന പരിശ്രമം നടത്തിയിരിക്കണം. പക്ഷേ പാറകൾ എവിടെ നിന്ന് കൊണ്ടുവന്നുവെന്നോ എങ്ങനെ എത്തിച്ചുവെന്നോ ആർക്കും അറിയില്ല. പോൺപിയൻ ഇതിഹാസം അനുസരിച്ച് നാൻമഡോൾ നിർമ്മിച്ചത് പുരാതന പടിഞ്ഞാറൻ കറ്റ അഥവാ കനാംവേ സോയിൽ നിന്നുള്ള ഇരട്ട മന്ത്രവാദികളായ ഒലിസെക്പായും ഒലോസോപ്പായും ചേർന്നാണ്. കാർഷിക ദേവനായ നഗ്നിസോൺ സാപ്പുവിനെ ആരാധിക്കാനായി ഒരു ബലിപീഠം പണിയാൻ സ്ഥലം തേടി സഹോദരന്മാർ ഒരു വലിയ വള്ളത്തിൽ അവിടെ എത്തിച്ചേർന്നു എന്നാണ് അവരുടെ ഐതിഹ്യം. താളിയോല ഗ്രന്ഥപ്രകാരം 906-ാം ആണ്ട് പൈങ്കുനി മാസം 13-ാം തീയതി വെള്ളിയാഴ്ച ഉത്തര നക്ഷത്രം ഉള്ള ദിവസമാണ് തിരുമലയിൽ നിന്ന് ഈ ഒറ്റക്കല്ല് പൊട്ടിച്ചെടുക്കുന്നത്.
ഉണങ്ങിക്കിടക്കുന്ന മണ്ണിൽ ഫ്രിക്ഷൻ വളരെ കൂടുതലാണ്. ഫ്രിക്ഷൻ എന്ന് പറഞ്ഞാൽ ഘർഷണം. നനഞ്ഞ മണ്ണിൽ കുറവും. അപ്പോൾ കളിമണ്ണ് നനച്ചിട്ട് കൊടുത്തും ഉരുളൻ തടി ഉപയോഗിച്ച് അതിന് മുകളിലൂടി ഈ കല്ല് വലിച്ചും ഒക്കെ ആയിരിക്കണം അന്നിവിടെ കൊണ്ടുവന്നിരിക്കേണ്ടത്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ശാസ്ത്രത്തിൻ്റെ രീതി എക്സ്പെരിമെൻറ്റേഷൻ എന്ന് പറയുന്ന രീതിയാണ്. അതായത് പരീക്ഷണം ഡിസൈൻ ചെയ്ത് അത് കൃത്യമായി പരിശോധിക്കുക എന്നുള്ളതാണ്. ISROയിലെ എഞ്ചിനീയർ ആയിരുന്ന CR സത്യ ഒരു എക്സ്പെരിമെൻറ്റ് ഡിസൈൻ ചെയ്ത് ഇതിൻ്റെ ഫ്രിക്ഷണൽ കോഎഫിഷ്യൻറ്റ് എന്ന് പറഞ്ഞാൽ എന്തുമാത്രം ഘർഷണം ഉണ്ടായിരുന്നാൽ എത്രത്തോളം ബലം ഉപയോഗിക്കണം എന്നുള്ളത് കണ്ടെത്താനായിട്ടുള്ള ഒരു പരീക്ഷണമാണ്. അതിലൂടെ മ്യൂ കണ്ടെത്തി. ഫ്രിക്ഷണൽ കോഎഫിഷ്യൻറ്റിന് ഗ്രീക്ക് ആൽഫബറ്റായിട്ടുള്ള മ്യൂ ആണ് ഉപയോഗിക്കുന്നത്. ഫ്രിക്ഷണൽ കോഎഫിഷ്യൻ്റ് അറിയാമെങ്കിൽ ഒറ്റക്കല്ലിൻ്റെ ഭാരം കൊണ്ട് ഗുണിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തുമാത്രം ബലം വേണം ഈ ഒറ്റക്കല്ലിനെ നീക്കാൻ എന്നുള്ളത് അറിയാൻ കഴിയും. ഇതിനെ 50 കിലോഗ്രാം കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ, 50 കിലോഗ്രാം എന്ന് പറയുന്നത് ഒരാൾക്ക് 50 കിലോഗ്രാം വലിക്കാൻ കഴിയുമെന്നുള്ള അനുമാനത്തിലാണ്. ഇതുകൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ എത്ര പേർ വേണ്ടി വന്നിരിക്കും ഈ ഒരു കല്ല് 8 കിലോമീറ്റർ നീക്കാൻ എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയും. അങ്ങനെ നോക്കിയപ്പോൾ മനസ്സിലായ കാര്യം, ഉണങ്ങിയ മണ്ണിലാണെങ്കിൽ 212 പേരും കുറച്ച് നനഞ്ഞ മണ്ണിലാണെങ്കിൽ 106 പേരും, അതല്ല ഉരുളൻ തടി ഉപയോഗിക്കുകയാണെങ്കിൽ വെറും 42 പേരും മതി ഈ ഒരു കല്ലിനെ നീക്കാൻ എന്നുള്ളതാണ്. മുറിച്ചെടുത്തപ്പോൾ ഈ കല്ലിന് എന്തായാലും 1.3 ഇരട്ടിയെങ്കിലും ഭാരം കൂടുതലുണ്ടായിരിക്കും എന്നുള്ള കാൽക്കുലേഷനിലാണ്. അപ്പോൾ 42 ദിവസം കൊണ്ട് ഈ കല്ല് ഇത്രയും ദൂരം കടക്കുക എന്ന് പറയുന്നത് ഏത് സ്റ്റാൻഡേർഡ് വെച്ച് നോക്കിയാലും വളരെ കൂടുതലാണ്. അപ്പോൾ നമ്മുടെ പണ്ഡിതൻ പറഞ്ഞത് പ്രകാരമാണെങ്കിൽ ഒറ്റ കല്ലിന് 970 ടണ്ണാണ് ഭാരം. ഒരു ക്യൂബിക് മീറ്റർ ഗ്രാനൈറ്റിന് അല്ലെങ്കിൽ കരിങ്കല്ലിന് 2691 കിലോഗ്രാമാണ് ഭാരം. പണ്ഡിതൻ പറഞ്ഞത് ഏത് കണക്കിൽ നോക്കിയാലും 970 ടണ്ണാവാൻ യാതൊരു സാധ്യതയില്ല. 1.6 സ്ക്വയർ മീറ്റർ വിസ്തൃതിയും 76 സെൻറ്റിമീറ്റർ പൊക്കവുമാണ് ഒറ്റക്കല്ലിനുള്ളത്. 25 ടണ്ണോളം വരുന്ന കല്ലുകൾ 250 കിലോമീറ്ററോളം ദൂരം കൊണ്ടുവന്നുണ്ടാക്കിയ സ്റ്റോൺഹെഞ്ചിനെ പറ്റി ഒന്ന് കേട്ടു നോക്കാം. ഇംഗ്ലണ്ടിലെ ഒരു ചരിത്രാതീതകാല സ്മാരകമാണ് സ്റ്റോൺഹെഞ്ച്. ലണ്ടൻ നഗരത്തിൽ നിന്നും 140 കിലോമീറ്റർ അകലെയായി വിൽഷെയർ കൗണ്ടിയിലെ ആംസ്ബെറിയിലാണ് ഈ സ്മാരകം നിലകൊള്ളുന്നത്. വൃത്താകൃതിയിൽ വലിയ കല്ലുകൾ കുത്തനെ നിൽക്കുന്ന രീതിയിൽ ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നു. ഈ കല്ലുകൾ ഓരോന്നിനും ഏകദേശം 4 മീറ്റർ ഉയരവും 2.1 മീറ്റർ വീതിയും 25 ടൺ ഭാരവുമുണ്ട്. ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ മെഗാലിത്തിക് ഘടനയാണിത്. BC 3000-നും 2000-നും ഇടയിലാണ് ഇത് നിർമ്മിച്ചതെന്ന് കരുതപ്പെടുന്നു. പല ഘട്ടങ്ങളിലായിരിക്കും ഇത് നിർമ്മിച്ചിട്ടുണ്ടാവുക. വെയിൽസിന് 250 കിലോമീറ്റർ അകലെയുള്ള പ്രിസേലി ഹിൽസിൽ നിന്നും എടുത്ത ബ്ലൂ സ്റ്റോൺസ് ഉപയോഗിച്ചാണ് സ്റ്റോൺഹെഞ്ച് നിർമ്മിച്ചിട്ടുള്ളത്. ഈ കല്ലുകൾ എങ്ങനെ അവിടെ എത്തിച്ചെന്നോ എങ്ങനെ സ്ഥാപിച്ചെന്നോ ഉള്ളതിന് വ്യക്തമായ തെളിവുകളില്ല. സ്റ്റോൺഹെഞ്ച് ഒരു വാന നിരീക്ഷണ കേന്ദ്രമായി ഉപയോഗിച്ചിരുന്നു. ഉത്തര അയനാന്തത്തിലെ സൂര്യോദയത്തോടും ദക്ഷിണ അയനാന്തത്തിലെ സൂര്യ അസ്തമനത്തോടും കൃത്യമായ നേർരേഖ പാലിച്ചാണ് ഇവിടുത്തെ ട്രൈലത്തോണുകൾ നാട്ടിയിരിക്കുന്നത്. ജ്യോതിശാസ്ത്രപരമായ ഉപയോഗങ്ങൾക്ക് പുറമെ ഒരു ശ്മശാനമായിട്ടും മതപരമായ ഒത്തുചേരലിനായിട്ടും ഈ സ്റ്റോൺഹെഞ്ച് ഉപയോഗിച്ചിരുന്നു. പുരാതന മനുഷ്യരുടെ 3 വ്യത്യസ്ത ഗ്രൂപ്പുകളാണ് ഈ സ്മാരകം നിർമ്മിച്ചിട്ടുള്ളതെന്ന് ഇതിൻ്റെ വ്യത്യസ്ത നിർമ്മാണ ശൈലി തെളിയിക്കുന്നു. പണ്ഡിതൻ്റെ വാക്കുകളിൽ മറ്റൊരു കാര്യം, എങ്ങനെയാണ് ഇത്രയും വലിയൊരു ഗോപുരത്തിൻ്റെ മുകളിൽ ഈ കൂറ്റൻ കല്ലുകൾ കയറ്റി എന്നുള്ളതാണ്. ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറേ ഭാഗത്തുള്ള മതിൽക്കെട്ടൊന്ന് നോക്കാം. ഇത് ഒരു സാൻഡ്വിച്ച് രീതിയിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. എങ്ങനെയാണ് സിമൻറ്റും അല്ലെങ്കിൽ മോട്ടറൊന്നും ഇല്ലാതെ ഇത് നിൽക്കുന്നത്? ഇത് വളരെ വെയിറ്റുള്ള കല്ലുകൾ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു ഇതൊരു സാൻഡ്വിച്ച് മോഡലാണെന്ന്. ഇതിൻ്റെ പുറം ചുവരുകൾ ജോമെട്രിക് ഷേപ്സ് ഉപയോഗിച്ച് നമ്മൾ ഇന്ന് കാണുന്നത് പോലെയുള്ള ഇൻ്റർലോക്കിംഗ് ബ്ലോക്കുകൾ വെച്ചിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഉള്ളിലത്തെ ഭാഗം വളരെ പല തരത്തിലുള്ള ഷേപ്പുള്ള പാറക്കല്ലിട്ട് നിറയ്ക്കുകയാണ് ചെയ്യുന്നത്. ഇതിന് ഈജിപ്തിലെ മെംഫിസുമായി ഒരുപാട് സാമ്യമുണ്ട്. ഇനി എങ്ങനെയാണ് ഭാരമുള്ള കല്ല് ഇത്രയും പൊക്കമുള്ള ഗോപുരത്തിന് മുകളിൽ കയറ്റി എന്നുള്ളതിന് നമുക്ക് വളരെ ഈസിയായി തന്നെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. മൺതിട്ടകൾ ഉപയോഗിച്ച് ചരിഞ്ഞ റാമ്പുകൾ ഉണ്ടാക്കുകയോ അല്ലെങ്കിൽ ഇന്ന് മോഡേൺ എഞ്ചിനീയറിങ്ങിനകത്ത് ഉപയോഗിക്കുന്ന ഫ്രെയിമുകൾ പോലെയുള്ള സ്ട്രക്ചറുകൾ ഉപയോഗിക്കുകയോ ഒക്കെ ചെയ്ത്, അതുപോലെ തന്നെ കപ്പിയും കയറുമൊക്കെ ഉപയോഗിച്ച് വളരെ നിസ്സാരമായി തന്നെ വലിയ കല്ലുകൾ കയറ്റാൻ പറ്റും. പത്മനാഭസ്വാമി ക്ഷേത്രം പോലെ തന്നെ നമുക്ക് മറ്റ് പല ആർക്കിയോളജിക്കൽ സൈറ്റുകൾ നോക്കുമ്പോഴാണ്
കൃത്യമായി എങ്ങനെയാണ് ഈ പണി കഴിപ്പിച്ചിട്ടുള്ളതെന്ന് മനസ്സിലാവുന്നത്. അതിന് നമ്മളെ വളരെയധികം സിമിലാരിറ്റിയും കാര്യങ്ങൾ മനസ്സിലാക്കാനും സഹായിക്കുന്ന മറ്റൊരു ആർക്കിയോളജിക്കൽ സൈറ്റാണ് പൂമാപുങ്കു. പടിഞ്ഞാറൻ ബൊളീവിയയിലെ നഗരമായ തിവാനിക്കൂവിലെ പുരാതന ക്ഷേത്ര സമുച്ചയമാണ് പൂമാപുങ്കു. പൂമാപുങ്കുവിലെ ശിലാകെട്ടിടങ്ങൾ കൂറ്റൻ കല്ലുകൾ കൊണ്ട് വളരെ ആകർഷണീയമായി നിർമ്മിച്ചിട്ടുള്ളതാണ്. ഇന്നും നമുക്ക് ഈ ബ്ലോക്കുകൾക്കിടയിൽ ഒരു ബ്ലേഡ് പോലും കടത്താൻ കഴിയില്ല. ഈ ക്ഷേത്ര സമുച്ചയം 500 BC നിർമ്മിച്ചതാണെന്ന് ചില പണ്ഡിതന്മാർ പറയുന്നു. എന്നാൽ ഇതിന് അതിനേക്കാൾ പഴക്കമുണ്ടെന്ന് മറ്റു ചിലർ വിശ്വസിക്കുന്നുണ്ട്. കൃത്യമായ അറിവുള്ള കാര്യം ഈ കെട്ടിട സമുച്ചയങ്ങളെല്ലാം പണ്ട് കാലത്ത് വാന നിരീക്ഷണശാലകളായിരുന്നു എന്നാണ്. വിഷുവദിനത്തിൽ സൂര്യൻ ഈ ക്ഷേത്ര സമുച്ചയത്തിൻ്റെ മധ്യഭാഗത്തു നിന്നും നേരിട്ട് ഉദിക്കുന്നു. ഈ ദിവസം കല്ലുകളാൽ നിർമ്മിച്ച ആർച്ചുകൾക്കിടയിലൂടെ സൂര്യൻ ദൃശ്യമാകും. വേനൽക്കാലത്തും ശൈത്യകാലത്തും അയനാന്തങ്ങളിൽ സൂര്യൻ മൂലക്കല്ലുകൾക്ക് മുകളിലൂടെ ഉയരുമെന്നാണ് ഗവേഷകർ കരുതിയത്. പക്ഷേ സൂര്യൻ ഈ രേഖയിൽ എത്തണമെങ്കിൽ പൂമാപുങ്കുവിൻ്റെ നിർമ്മാണം നടന്നത് നാം കരുതുന്നതിലും പുരാതന കാലത്തായിരിക്കണം. പൂമാപുങ്കുവിലെ ഏറ്റവും വലിയ കല്ലിന് 7.81 മീറ്റർ നീളവും 5.71 മീറ്റർ വീതിയും 1 മീറ്റർ ഘനവും 131 ടൺ ഭാരവുമുണ്ട്. ഈ സ്റ്റോൺ ബ്ലോക്കുകൾ കൊണ്ടുവരാൻ ഒരു വലിയ തൊഴിലാളിപ്പട തന്നെ വേണ്ടി വന്നിരിക്കണം. അവർ ലാമയുടെ തൊലി കൊണ്ടുള്ള വടങ്ങളും റാമ്പുകളും മറ്റു ചരിഞ്ഞ പ്രതലങ്ങളും ഉപയോഗിച്ചിട്ടുണ്ടാകണം. പ്രീ ഫാബ്രിക്കേഷൻ്റെയും വൻതോതിലുള്ള ഉൽപ്പാദനത്തിൻ്റെയും സാധ്യത സൂചിപ്പിക്കുന്ന രീതിയിൽ സ്റ്റോൺ ബ്ലോക്കുകൾ മുറിച്ചിരിക്കുന്നു. ചില കല്ലുകൾ പൂർത്തിയാകാത്ത അവസ്ഥയിലാണ്. ഇതിൽ നിന്നും അവ രൂപപ്പെടുത്താൻ ഉപയോഗിച്ച സാങ്കേതിക വിദ്യകൾ എന്തെന്ന് മനസ്സിലാക്കാൻ കഴിയും. ചുറ്റിക കൊണ്ട് അടിച്ചു കുഴിച്ച പണി പൂർത്തിയാകാത്ത കല്ലുകൾ ഇപ്പോഴും സമീപ പ്രദേശത്തെ ക്വാറികളിൽ കണ്ടുവരുന്നു. ഇവ പരന്ന കല്ലുകളും മണലുമൊക്കെ ഉപയോഗിച്ച് പോളിഷ് ചെയ്തിട്ടുണ്ടാകണം. അന്നത്തെ തിവാനിക്കു എഞ്ചിനീയർമാർ ഈ സമുച്ചയത്തിൽ നാഗരിക അടിസ്ഥാന സൗകര്യങ്ങളായ ജലസേചന സംവിധാനവും ഹൈഡ്രോളിക് സംവിധാനങ്ങളും വാട്ടർ പ്രൂഫ് മലിനജല ലൈനുകളും നിർമ്മിക്കുന്നതിൽ സമർത്ഥരായിരുന്നു. ഇനി നമുക്ക് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ യഥാർത്ഥ ചരിത്രത്തിലേക്കൊന്ന് പോകാം. ദ്രാവിഡ കേരള ശൈലികൾ, വാസ്തുവിദ്യയുടെ കേരള ദ്രാവിഡ ശൈലികൾ സമന്വയിപ്പിച്ചാണ് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ നിർമ്മാണം. ഇതിൻ്റെ ഗോപുരം പിന്നീട് ക്ഷേത്രത്തോട് കൂട്ടിച്ചേർത്തതാണ്. 16-ാം നൂറ്റാണ്ടിൽ തിരുവിതാംകൂറിൻ്റെ രാജാവായിരുന്ന ആദിത്യവർമ്മയുടെ കാലത്താണ് ഗോപുരത്തിൻ്റെ പണി തുടങ്ങുന്നത്. അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് ഏതാണ്ട് 18-ാം നൂറ്റാണ്ടിലാണ് ഈ ഗോപുരത്തിൻ്റെ പണി തീരുന്നത്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഗോപുരത്തിന് 7 നിലകളാണുള്ളത്. ഈ 7 നിലകളിൽ മധ്യഭാഗത്തായിട്ട് ജനാലകളുണ്ട്. ഈ ജനാലകൾ വഴിയാണ് അസ്തമയ സൂര്യനെ നമുക്ക് വിഷുവൻ ദിനത്തിൽ കാണാൻ കഴിയുന്നത്. ക്ഷേത്രം ഒരിക്കൽ കത്തി നശിച്ചിട്ടുണ്ട്. ഈ കത്തി നശിച്ച ക്ഷേത്രത്തിൽ ഇലപ്പ വിഗ്രഹം കൊണ്ടുണ്ടാക്കിയ പ്രധാന വിഗ്രഹമാണ് ഉണ്ടായിരുന്നത്. ഈ പ്രധാന വിഗ്രഹം കത്തിയതിനെ തുടർന്ന് 1729 ക്ഷേത്രം പുനർനിർമ്മിച്ചു. അതിനുശേഷം 1731 നേപ്പാളിലെ ഗന്ധകി നദിയിൽ നിന്ന് കൊണ്ടുവന്ന 12,008 സാലഗ്രാം ഉപയോഗിച്ച 18 അടി പത്മനാഭനാണ് ഇപ്പോൾ അവിടെയുള്ളത്. അതിൽ കടുശർക്കര യോഗം എന്ന് പറഞ്ഞ ഒരു പ്രത്യേക കൂട്ടുണ്ടാക്കിയാണ് ഈ വിഗ്രഹം ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിൽ സ്വർണവും വിലമതിക്കാനാകാത്ത പല രത്നങ്ങളുമാണ് അതിന് പുറത്ത് പതിപ്പിച്ചിരിക്കുന്നത്. ഇത് ശർക്കരയിൽ ഉണ്ടാക്കിയത് കൊണ്ട് തന്നെ ഇതിനകത്ത് അഭിഷേകം ചെയ്യാൻ പറ്റില്ല. അഭിഷേകം ഇപ്പോൾ ചെയ്യുന്നത് അവിടെ തന്നെയുള്ള മറ്റൊരു ശീവേലി വിഗ്രഹത്തിലാണ്. ഈ ക്ഷേത്രത്തിൽ 4 നിലവറകളും 2 രഹസ്യമുറികളുമുണ്ട്. ആദ്യത്തെ നിലവറ എ നിലവറ, ഭണ്ഡാരവക നിലവറ. 2 അല്ലെങ്കിൽ ബി നിലവറ എന്ന് പറയുന്നത് ഭരതകോൺ നിലവറ, സി വ്യാസർകോൺ നിലവറ, ഡി നിത്യാദിയറ. ഇതിൽ അവസാനത്തേത് സിയും ഡിയും, നിത്യാദിയറയും വ്യാസർകോൺ നിലവറയും 6 മാസം കൂടുമ്പോൾ തുറന്ന് ക്ഷേത്രത്തിൻ്റെ കാര്യങ്ങൾക്കായി ഉപയോഗിക്കുന്ന ഉരുപ്പടിയും അതുപോലെ മറ്റ് ആവശ്യങ്ങൾക്കുള്ള സാധനങ്ങളും സൂക്ഷിക്കാനുള്ള ഇടമാണ്. അത് തുറക്കാറുണ്ട്. പക്ഷേ എയും ബിയും അങ്ങനെ സാധാരണ തുറക്കാറുള്ള നിലവറകളല്ല. ഇതിൽ എ നിലവറ സുപ്രീം കോടതിയുടെ വിധിയെ തുടർന്ന് തുറന്ന് പരിശോധിക്കുകയുണ്ടായി. അതിനകത്ത് കാണാൻ കഴിഞ്ഞത് വിലമതിക്കാനാവാത്ത രത്നങ്ങളും സ്വർണവും ഗ്രീക്ക്, അറേബ്യ, റോമൻ പല സാമ്രാജ്യങ്ങളിലുമുള്ള നാണയങ്ങളും തുട്ടുകളുമെല്ലാമാണ്. അങ്ങനെയാണ് പത്മനാഭസ്വാമി ക്ഷേത്രം വേൾഡ് ഹെഡ്ലൈൻസ് തന്നെ ഹിറ്റ് ചെയ്യുന്നത്. ബി നിലവറ തുറക്കാനായി പോയപ്പോൾ അതിനെപ്പറ്റി ഒരുപാട് കഥകൾ കേട്ടു തുടങ്ങി. പ്രത്യേകിച്ച് ബി നിലവറ തുറന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ തുറക്കാൻ വളരെ പ്രയാസമാണ്,
അത് നവസ്വര പൂട്ടുപയോഗിച്ചാണ് പൂട്ടിയിരിക്കുന്നത്, അല്ലെങ്കിൽ നാഗപാശ ബന്ധനം ഉപയോഗിച്ചാണ് പൂട്ടിയിരിക്കുന്നത്. അത് തുറന്നു കഴിഞ്ഞാൽ സർപ്പദംശനമുണ്ടാകും, അല്ലെങ്കിൽ നാഗദോഷമുണ്ടാകും എന്നെല്ലാം പല കഥകൾ പ്രചരിച്ചിരുന്നു. സുപ്രീം കോടതിയുടെ വിധി പ്രകാരം അത് തുറക്കാൻ പോയ ജസ്റ്റിസ് CS രാജൻ പറയുന്നത് 2 തവണ ആ പൂട്ട് തുറക്കാൻ കഴിഞ്ഞുവെന്നും 3ാമതൊരിക്കൽ കൂടി തിരിച്ചിരുന്നെങ്കിൽ മാത്രമേ B നിലവറ തുറക്കാൻ കഴിയുള്ളൂ എന്നുമായിരുന്നു. അപ്പോൾ അതെന്തുകൊണ്ട് തുറക്കാൻ കഴിഞ്ഞില്ല എന്ന് ചോദിച്ചാൽ അന്ന് തുരുമ്പുണ്ടായിരുന്നു പൂട്ടിനകത്ത് എന്നുള്ളതാണ് സത്യം. പൂട്ടിൻ്റെ തുരുമ്പ് മാറ്റുന്നതിൻ്റെ സമയം കൊണ്ട് തന്നെ രാജപ്രതിനിധികൾ സുപ്രീം കോടതിയിൽ നിന്ന് അതിന് സ്റ്റേ വാങ്ങിച്ചു. അപ്പോൾ തുരുമ്പ് കാരണമാണ് ശരിക്കും B നിലവറ തുറക്കാൻ കഴിയാത്തത്. പക്ഷേ പലരും ഇന്നും വിശ്വസിക്കുന്നത് B നിലവറ തുറന്നാൽ സമുദ്രജലം അല്ലെങ്കിൽ മറ്റു പല വാതിലുകളും ഈ B നിലവറയുടെ വാതിലുമായി കണക്റ്റഡ് ആണ്. അപ്പോൾ B നിലവറ തുറന്നു കഴിഞ്ഞാൽ പല ജലാശയങ്ങളുടെ അടിയിലുമുള്ള വാതിൽ തുറക്കുമെന്നും തിരുവനന്തപുരം നഗരം മുഴുവൻ പ്രളയത്തിലാകും എന്നും ഒക്കെയാണ്. ശരിക്കും അങ്ങനെ B നിലവറ തുറന്നു കഴിഞ്ഞാൽ സമുദ്രത്തിനടിയിലുള്ള ഒരു വാതിൽ തുറക്കുകയും അതുവഴി വെള്ളം തിരുവനന്തപുരം നഗരം മുഴുവൻ പ്രളയത്തിലാക്കുകയും ചെയ്യുമെന്ന് പറയുന്നതിൽ എന്തെങ്കിലും വാസ്തവമുണ്ടോ? ഇല്ലെങ്കിൽ എന്താണ് സയൻസിന് അതിനെപ്പറ്റി പറയാനുള്ളത്? എങ്ങനെയാണ് കടൽ വെള്ളം കടന്നു വന്ന് തിരുവനന്തപുരം നഗരം മുഴുവൻ ഫ്ലഡ് ചെയ്യും അല്ലെങ്കിൽ പ്രളയത്തിലാകുമെന്നൊക്കെ പറയുന്നത്? കടൽ വെള്ളത്തിന് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട എന്താണ് കടൽ എന്നുള്ളതാണ്. സയൻസിൻ്റെ രീതിയിൽ ആലോചിച്ച് കഴിഞ്ഞാൽ വളരെ ഈസിയായി മനസ്സിലാക്കാവുന്ന ഒരു കാര്യമാണ്, ഭൂമിയിൽ എവിടെയൊക്കെയാണോ താഴ്ന്ന പ്രദേശങ്ങൾ അവിടെ വെള്ളം കെട്ടിക്കിടക്കുന്നതിനെയാണ് നമ്മൾ കടലെന്ന് പറയുന്നത്. പത്മനാഭസ്വാമി ക്ഷേത്രം ഏതായാലും കടലിലല്ല, കരയിലാണ്. അതായത് കര എന്ന് പറയുന്നത് എവിടെയൊക്കെയാണോ വെള്ളം നിറഞ്ഞു കിടക്കുന്നത് അതല്ലാത്ത സ്ഥലമാണ് കര. നമ്മൾ എപ്പോഴും ഒരു ഓൾട്ടിറ്റ്യൂഡോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഭാഗത്തിൻ്റെ ഉയരമോ ഒക്കെ പറയുമ്പോൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും നമ്മൾ ഉപയോഗിക്കുന്നത് കടലിൽ നിന്നുള്ള ഉയരമാണ്, അല്ലെങ്കിൽ MSL മീൻ സീ ലെവലാണ്. എന്താണത്? കടലാണ് ഏറ്റവും താഴ്ന്ന പ്രദേശം, അതിനേക്കാൾ ഉയർന്ന പ്രദേശങ്ങളാണ് ബാക്കിയുള്ളത് എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ മീൻ സീ ലെവൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ B നിലവറ തുറന്നാൽ തന്നെ വെള്ളം ഗുരുത്വബലത്തിന് എഗെയിൻസ്റ്റായിട്ട്, അല്ലെങ്കിൽ വെള്ളം ഒരിക്കലും ഗുരുത്വബലത്തിന് എതിർദിശയിൽ പോകില്ല എന്ന് നമുക്കറിയാവുന്ന കാര്യമാണ്. പണ്ട് കാലത്ത് വലിയ കൂറ്റൻ പമ്പുകളോ മറ്റും ഒന്നും കണ്ടുപിടിച്ചിട്ടില്ല. ശാസ്ത്രത്തിൻ്റെ വളർച്ച ഉണ്ടായത് നമുക്കറിയാം കഴിഞ്ഞ നൂറ്റാണ്ടിലാണ്. ഏറ്റവും കൂടുതൽ ശാസ്ത്രം വളർന്നിരിക്കുന്നത് കഴിഞ്ഞ നൂറ്റാണ്ടിലാണ്. അപ്പോൾ എന്തായിരുന്നാലും B നിലവറ ഉണ്ടാക്കിയ കാലത്ത് വലിയ പമ്പുകളൊന്നും അതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ സമുദ്രജലം പമ്പ് ചെയ്ത് തിരുവനന്തപുരം നഗരം മുഴുവൻ പ്രളയത്തിലാവാൻ യാതൊരു സാധ്യതയില്ല. സമുദ്രനിരപ്പ് താഴ്ന്ന സ്ഥലത്തായതുകൊണ്ട് എന്തായിരുന്നാലും അവിടുന്ന് ഇങ്ങോട്ട് വെള്ളം കയറി നാച്ചുറലായിട്ട് തന്നെ സ്വാഭാവികമായി തന്നെ വെള്ളം കയറി തിരുവനന്തപുരം നഗരം പ്രളയത്തിലാവാനുള്ള സാധ്യതയുമില്ല. അപ്പോൾ B നിലവറ തുറന്നു കഴിഞ്ഞാൽ തിരുവനന്തപുരം പ്രളയത്തിലാകുമെന്ന് പറയുന്നത് വെറും ഒരു തള്ളു മാത്രമാണ്. എല്ലാ മതത്തിലുള്ളവരും സയൻസ് വർക്ക് ചെയ്യുന്ന അറിയാവുന്നത് കൊണ്ട് തന്നെ സയൻസിൻ്റെ ടെർമിനോളജി ഉപയോഗിച്ച് ഭക്തരെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭക്തരെ മാത്രമല്ല, ഇന്നിപ്പോൾ വാട്സാപ്പും സോഷ്യൽ മീഡിയയും ഫേസ്ബുക്കും എല്ലാം ഉള്ളത് കൊണ്ട് ആളുകൾ വളരെ വ്യാപകമായി ഇത് വാരിയിട്ട് പ്രചരിപ്പിക്കുകയാണ്. വളരെ സാധാരണക്കാരായ ജനങ്ങളുടെ അടുത്ത് മെറ്റലർജി, പഴയ സയൻസ്, അതാണ് ഇതാണ് എന്നൊക്കെ പറയുമ്പോൾ സാധാരണഗതിയിലുള്ള ജനങ്ങളെ ഒരുപക്ഷെ പറ്റിക്കാൻ കഴിഞ്ഞെന്ന് വരും. പക്ഷേ ശാസ്ത്രമറിയാവുന്ന ഒരു ലോകം ഇന്ത്യയിൽ മാത്രമല്ല പുറത്തുമുണ്ട് എന്ന് ആലോചിക്കുക. അപ്പോൾ ഈ ശാസ്ത്രത്തിൻ്റെ കാര്യം പറഞ്ഞ് നടത്തുന്ന തള്ളുകൾ നമ്മുടെ നാട്ടിലുള്ളവരുടെ മാത്രമല്ല പുറത്തുള്ളവരുടെ മുന്നിൽ കൂടി നമ്മുടെ ഭാരത ജനതയെ തന്നെ ശരിക്കും അപമാനിക്കുന്ന രീതിയിലാണ് ഇതുപോലെയുള്ള വാട്സാപ്പ് സയൻറ്റിസ്റ്റുകൾ പടച്ചുവിടുന്ന കഥകളും തള്ളുകളും കേൾക്കുമ്പോൾ തോന്നുന്നത്. ഒരു കാരണവശാലും കെട്ടുകഥകളും പഴഞ്ചൊല്ലുകളും ശരിയാണ് അല്ലെങ്കിൽ സത്യമാണ് എന്ന് വിശ്വസിക്കരുത്. ഇന്നത്തെ ആധുനിക മനുഷ്യൻ ചെയ്യേണ്ടത്, 21ാം നൂറ്റാണ്ടിലുള്ള ഒരു ആധുനിക മനുഷ്യൻ ചെയ്യേണ്ടത് കൃത്യമായ തെളിവുള്ള കാര്യങ്ങളെ വിശ്വസിക്കുകയും തെളിവില്ലാത്തതിനെ തള്ളുകയുമാണ് ചെയ്യേണ്ടത്. അതാണ് ശാസ്ത്രത്തിൻ്റെ രീതി. കൃത്യമായ എക്സ്പെരിമെൻറ്റുകൾ ഡിസൈൻ ചെയ്ത് നോക്കുക, ലോജിക്കൽ അല്ലാത്ത കാര്യങ്ങളെ തള്ളിക്കളയുക. ഇതുപോലെയുള്ളവർ ഒരുപക്ഷെ ഒരു ബഹളവും കുറേ വാചാടോപവും ഒക്കെ നടത്തി ആളുകളെ പറ്റിക്കുന്നുണ്ടാവാം. പക്ഷേ ഇനിയെങ്കിലും ഒരു യുവതലമുറ വരുന്നവർ ഇത് കേട്ടാണ് വരുന്നത്. വെറുതെ നമ്മൾ ഇല്ലാത്തത് പറഞ്ഞ ആളുകളെ പറ്റിക്കുന്ന പ്രസ്ഥാനം ഇനിയെങ്കിലും അവസാനിപ്പിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. തെളിവില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കുകയും ശാസ്ത്രവിരുദ്ധതയും മനുഷ്യരാശിക്ക് തന്നെ ദോഷമാണ്. പീപ്പിൾ ഹു ആർ അഗെയിൻസ്റ്റ് സയൻസ് ഇസ് അഗെയിൻസ്റ്റ് ഹ്യൂമാനിറ്റി, അഗെയിൻസ്റ്റ് മാൻകൈൻഡ്. മറ്റൊരു വേക്കപ്പ് കോളുമായി ഇനി ലൂസിയിലൂടെ കാണുന്നത് വരെ ഐ എം യുവർ ഹോസ്റ്റ് ചന്ദ്രശേഖർ സൈനിങ് ഔട്ട്. താങ്ക് യു.